ഡ്രിപ്പറിൻ്റെ കപ്പാസിറ്റി മണിക്കൂറിൽ 2 ലിറ്ററാണ്. വേറെ തരം ലഭ്യമാണ്, 4 ലിറ്റർ 8 ലിറ്ററൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇതിന് അധികമായിരിക്കും, അതുകൊണ്ട് ഞാൻ 2 ലിറ്ററേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ മഴക്കാലമാണ്, ഒരു ആവശ്യമില്ല, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ എൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ആദ്യത്തെ കടന്നു. ടേപ്പ് ചുറ്റിയിട്ട് 2 ദിവസമായി. ജോയിൻ്റ് എങ്ങനെ വാട്ടർ പ്രൂഫ് ആയതെന്ന് നോക്കാൻ പോവുകയാണ്. പ്രത്യക്ഷത്തിൽ ലീക്ക് കാണുന്നില്ല. ഇനി അങ്ങേ തലക്കിൽ പോയിട്ട് അവിടെ വെള്ളം എങ്ങനെ വരുന്നുണ്ട് നോക്കട്ടെ. അങ്ങേ തല വെള്ളം വരുമോ നോക്കട്ടെ. ഹൈറ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ആയിരുന്നില്ല പ്രശ്നം, 15 മീറ്റർ നീളമുള്ള പൈപ്പാണല്ലോ. ആ തലത്തിൽ നിന്ന് ഈ തല വരെ വെള്ളം ഒഴുകി വരാനുള്ള സമയമായിരുന്നു പ്രശ്നം. ഇപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. മറ്റേ തല അടച്ചു, ഒന്നുകൂടെ ലീക്ക് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ലീക്കൊന്നും കാണുന്നില്ല. ഇനി കുറേ ദിവസം വെയിൽ കൊള്ളുമ്പോൾ എന്താ സ്ഥിതി എന്ന് അറിയില്ല, അത് പിന്നീട് പോസ്റ്റ് ചെയ്യാം. 16 mm പൈപ്പിൽ നിന്നൊരു ബ്രാഞ്ച് എടുക്കാനുള്ള ശ്രമമാണ്. ഇതാണ് പഞ്ചിങ് ടൂൾ. ഇത് വെച്ചിട്ടൊരു ദ്വാരം ഉണ്ടാക്കണം. ഇത് വെച്ചിട്ട് ഇവിടെ ഒരു ദ്വാരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ദ്വാരമായി, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിൽ ഈ പിൻ കണക്ടർ കണക്ട് ചെയ്യണം. ഈ ഭാഗം, ഈ ചെത്തുള്ള ഭാഗം അകത്തേക്ക്, മറ്റേ ഭാഗം ഡ്രിപ്പറിലേക്ക്. അപ്പോൾ അതവിടെ പിടിപ്പിച്ചു. ആ കണക്ഷൻ റെഡിയായി. ആദ്യത്തെ ഡ്രിപ്പ് ഇറിഗേഷൻ കണക്ഷനാണ്. തുള്ളി നന തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഉയരത്തുനിന്ന് വെച്ചത് ഒരു സൗകര്യത്തിന് ഒരു ചെറിയ പീസ് എടുത്ത് വെച്ചാണ്. ശരിക്കും കുറച്ചും കൂടെ നീളമുള്ള പീസായിട്ട് താഴേക്ക് വരുന്ന രീതിയിൽ വെക്കണം. അപ്പോൾ അത് പിന്നെ ചെയ്യും. ഇതിപ്പോൾ ചെറിയ കഷ്ണം വെച്ചിട്ടുള്ളൂ. പിന്നെ ചെറിയ ലീക്ക് ഉണ്ട് അവിടെ, കണ്ടില്ലേ. അപ്പോൾ ആ ലീക്ക് ഒന്നുകിൽ എൻ്റെ ടേപ്പ് വെച്ച് അടക്കണം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വലിയ ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. പിൻ കണക്ടർ ജോയിൻ ചെയ്ത സ്ഥലത്ത് കുറച്ച് ലീക്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് ആ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ചെടിച്ചട്ടി അങ്ങോട്ട് നീക്കി വെച്ചു. വലിയ ചെടിച്ചട്ടി ആയതുകൊണ്ട് എളുപ്പമുണ്ട്. ഒരു ഭാഗത്ത് ആ ലീക്കുള്ളിടത്തുനിന്നുള്ള വെള്ളം വീഴും, രണ്ടാമത്തത് ഡ്രിപ്പറിൻ്റെ അവിടെയും വീഴും. അപ്പോൾ ആ മരം ഒന്ന് നന്നായി വളരട്ടെ. ഇപ്പോൾ മഴയുണ്ട്, മഴ മാറിയാലും ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു.